എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കരിയർ നിങ്ങളെ ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളോട് ആംബിഷ്യസ് ആയിരിക്കണം, ലൈഫിനെ നിങ്ങൾ വളരെ ധീരതയോടെ നേടണം എന്നൊക്കെ പറഞ്ഞു തരാനാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിതം അല്ലെങ്കിൽ ജീവിക്കാനുള്ളൊരു മാർഗമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഒരിക്കലും നിൽക്കില്ല. എഡ്യൂക്കേഷൻ ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്സ്. നമ്മൾ ജനിച്ച മുതൽ മരണം വരെ ഉള്ളതാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊന്ന് പറയുന്നത് ഒരു സക്സസ്സിനൊരു മന്ത്രയില്ല. എന്താണ് സക്സസ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അത് പറയാൻ സാധിക്കില്ല, നിങ്ങൾക്കും പറയാൻ സാധിക്കില്ല, കാരണം അതിനൊരു മന്ത്രയില്ല. പക്ഷേ സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിപ്പിക്കുന്നത് എംപതി, കരുണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. ഒരു മനുഷ്യന് കരുണയില്ലാതെയാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ, നിങ്ങൾ കരുണയില്ലാതെയാണ് നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ, നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതിന് യാതൊരു മഹത്വമോ അതിന് യാതൊരു വിലയോ നിങ്ങൾക്ക് ഒരു കാരണവശാലും നേടാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ യുവർ ഓൾ ചിൽഡ്രൻ ഹു ഹവ് ജസ്റ്റ് ഏറ്റവും വലിയ ഒരു ഫസ്റ്റ് ഹേർഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, മൈൽ സ്റ്റോൺ, ഹേർഡിൽ എന്നുള്ള വേർഡ് തെറ്റാണ്, ഐ എം സോറി, മൈൽ സ്റ്റോൺ കഴിഞ്ഞ കുട്ടികളാണ്. യു ഓൾ ഡൺ ദാറ്റ് ബ്യൂട്ടിഫുള്ളി. എന്നോട് ഡോക്ടർ ജോസ് ചാക്കോ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ്. ഇതിൽ ഐ തിങ്ക് ഗേൾസ് ആർ ഔട്ട് നമ്പറിങ് ബോയ്സ് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈറ്റ്. നിങ്ങളെ ഇവിടെ നിന്ന് കാണണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിറ്റോറിയംസ് ഐ ഹവ് സീൻ. ഇത്രയും വലിയൊരു കളക്റ്റീവായിട്ടുള്ളൊരു കുട്ടികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈറ്റ്, ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജി എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ സ്ഥലത്തില്ലാതെ അതിൻ്റെ ഒറിജിനൽ പ്രോഗ്രാമിൽ ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ സമയത്തെ ഇവിടെ ഫ്ലൈറ്റിൽ വരുള്ളൂമായിരുന്നു. ബട്ട് ഐ ചേഞ്ച് മൈ ഷെഡ്യൂൾ. എനിക്ക് ഇവിടെ വരണമെന്ന് എനിക്ക് അതിയായ മോഹമായിരുന്നു. നിങ്ങളെ കാണാമെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ആൻഡ് ദാറ്റ് ഹസ് ബീൻ എ ഗ്രേറ്റ് ഓണർ ഫോർ മീ. താങ്ക് യു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, വാട്ട് നെക്സ്റ്റ് എന്ന് നിങ്ങൾ ആലോചിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എയിംസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഞാൻ ഇതാവണം അല്ലെങ്കിൽ ഇന്ന രീതിയിലാവണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ധരിച്ചു വെച്ചിട്ടുണ്ടാവണം. അതിന് നിങ്ങൾ യാതൊരു വക ലിമിറ്റ്സും കൊടുക്കാനും പാടില്ല. പ്ലീസ് ലെറ്റ് ദർ ബി നോ ലിമിറ്റ്സ് അറ്റ് ഓൾ. അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് മോഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഹാർബർ ദാറ്റ് അംബിഷൻ. അതിൽ യാതൊരു തെറ്റുമില്ല. അതെങ്ങനെ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡിസയറാണ്. നമുക്ക് ഒരു കാര്യം നേടണം, ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം നടത്തിയെടുക്കണം എന്നുള്ള ഡിസയർ തന്നെയാണ് ലൈഫിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താവണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തായി തീരണമെന്നോ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. പണ്ട് ആരോ പറഞ്ഞതുപോലെ, ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ വെൻ യു ആർ അസ്ലീപ്, ഡ്രീം ഈസ് വാട്ട് കീപ്സ് യു എവേക്ക്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഡ്രീം എന്ന് പറയുന്നത്. ആ ഡ്രീമാണ് നിങ്ങൾക്ക് ഉറക്കം നിങ്ങളെ കൊണ്ട് പ്രയത്നിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളതാണ് ഒരു എഡ്യൂക്കേഷൻ്റെ ഫണ്ടമെൻ്റൽ സിനി ക്വാ നോൺ. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, എൻഡ് എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എല്ലാ എഡ്യൂക്കേഷൻ്റെയും ഇമ്പോർട്ടൻസ്. ഇത് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവണം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ വക്കീലാവണമെന്നുണ്ടാവുമാവും. അപ്പോൾ ഈ ജോലികൾ നിങ്ങൾ വേണമെന്ന് പറയുന്ന സമയത്ത് അതൊരു എംബിഷനാണ്. നിങ്ങൾ ഈ ചെറിയ കുട്ടികളാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ഫുള്ളി മനസ്സിലാവുന്നെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദിസ് വിൽ ഗൈഡ് യു ആസ് യു ഗോ അലോങ്. ഞാൻ പലയിടത്തും പറയാറുണ്ടത്, എന്നെങ്കിലും നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ ഒരു വയസ്സൻ വന്ന് ഇതൊക്കെ പറഞ്ഞു പോയി എന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു എംബിഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിനോ വേണ്ടി നിങ്ങൾ അതിനൊരു മോഹം വന്നു കഴിയുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ആ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വാളിറ്റീസും നിങ്ങളുടെ ഗുണങ്ങളുമാണ് ആ ജോലിയിൽ നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ IAS ഓഫീസറായി അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റായി, ഡോക്ടറായി, അവിടെ നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു എംപത്തി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇത് എനിക്ക് പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല ഇൻപുട്സും വളരെ നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
ഞങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് ടി വിയോ അല്ലെങ്കിൽ ന്യൂസോ അങ്ങനെ ഫോളോ ചെയ്യാത്ത അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്നത് പലതും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് കാണാനും കേൾക്കാനും ആഗ്രഹവുമുള്ള കാര്യങ്ങളാവണം എന്നില്ല. അപ്പോൾ പലപ്പോഴും ചില കുട്ടികൾ എന്നോട് ഐ എം ഇൻറ്ററാക്ടിങ് വിത്ത് ചിൽഡ്രൻ ഓൺ എ റെഗുലർ ബേസിസ്. മിനിയാന്ന് ഹൈക്കോടതിയിൽ വെച്ചിട്ട് എൻ്റെ ചേംബറിലും എൻ്റെ കോടതിയിലും ഏതൊക്കെയോ സ്കൂളിൻ്റെ കുട്ടികൾ വന്നിരുന്നു. അവർ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള ആൾക്കാർക്കുള്ള പല സംശയങ്ങളും അതാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഇതുകൊണ്ട് നേടാൻ വല്ലതും ഉണ്ടോ, മെറിറ്റിന് വല്ല പ്രസക്തി ഉണ്ടോ ഇന്നത്തെ കാലത്ത്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. സോ ഐ ടോൾഡ് ദം അത് ശരിയല്ല. കാരണം മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ മാർക്സ് മാത്രമല്ല. ഇത് നിങ്ങൾ കേൾക്കുമെങ്കിൽ കേട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ എക്സ്പീരിയൻസും, എവറിത്തിങ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ടുഡേ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യവും, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ആഡ് വാല്യൂ ടു യുവർ സെൽഫ്. അതായത് നമുക്ക് നമ്മളോട് തന്നെ വാല്യൂ കൂട്ടുന്ന, ഈ വാല്യൂ ആഡഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു സാധനത്തിനെ എടുത്ത് അതിനെ നമ്മൾ നന്നാക്കി പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പോലെ നമ്മളെ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ് യു ആർ ആഡിങ് വാല്യൂ ടു യുവർ സെൽഫ്. അപ്പോൾ എന്തിന് ഞാനത് ചെയ്യുന്നു, ഇതുകൊണ്ട് എനിക്കെന്ത് മെച്ചം എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഈ ഇരിക്കുന്ന മൊമെന്റും ഈ കേൾക്കുന്ന വാക്കുകളും നിങ്ങളെ പോകുന്ന എക്സ്പീരിയൻസും ഇത് എനിക്ക് ലൈഫിൽ എന്ത് കിട്ടുമെന്നുള്ളതല്ല, ഇത് നിങ്ങൾക്ക് വാല്യൂ, നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തിന് വാല്യൂ ആഡ് ചെയ്ത് തരുന്ന ഒരു മൊമെന്റാണ്. എവറിത്തിങ് ദാറ്റ് യു ഡു, എവറിത്തിങ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് മസ്റ്റ് ആഡ് വാല്യൂ ടു യുവർ സെൽഫ്. ഇൻ അതർ വേർഡ്സ്, പ്രസിഡന്റ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അത് വളരെ ശ്രദ്ധയോടെ ഞാനത് കേട്ടത്. യു ആർ നോട്ട് ഇൻ കോമ്പറ്റീഷൻ വിത്ത് അനദർ. ഒരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ കോമ്പറ്റീഷനിൽ വീഴരുത്. ഈ റാറ്റ് റേസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ റാറ്റ് റേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിൽ ആരോ വളരെ ബെർണാഡ് ഷോന്റെ വലിയൊരു ഫേമസ് ഒരു കൊട്ടേഷനാണ്. നിങ്ങൾ റാറ്റ് റേസ് ജയിച്ചാലും ഇവൻച്വലി യു ആർ ഓൺലി എ റാറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. കാരണം നിങ്ങൾ മറ്റൊരാളുടെ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് യാതൊരു സമാധാനവും കിട്ടില്ല. യു ഷുഡ് ബി ഇൻ കോമ്പറ്റീഷൻ വിത്ത് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഏറ്റവും വലുതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ മറ്റൊരാളെക്കാട്ടും വലുതാവലല്ല വേണ്ടത്. നിങ്ങൾ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അവിടെ എത്തുക. അത് മറ്റൊരാൾ നമ്മളെക്കാളും കൂടുതലോ കുറവോ എന്നുള്ളത് പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഓരോരുത്തരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും പ്രൈസ്ലെസ് ആണ്. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. നമ്മളിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ നിലയിൽ പ്രൈസ്ലെസ് ആണ്. നമ്മൾ ഒരാളെടുത്ത് കോമ്പറ്റീഷനോ ഒരാളോട് കമ്പയർ ചെയ്യാനോ പാടില്ല. പേരൻസും അത് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ടല്ല നമ്മൾ വളർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് സിസ്റ്റം ഇല്ലാത്തത് ഒരു കണക്കിനത് നന്നായി. കാരണം ഈ കോമ്പറ്റീഷൻ ആ ഒരു ലെവലിൽ ഐ എം ബെറ്റർ ദാൻ യു ഐ എം ഇൻഫീരിയർ ടു യു എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറഞ്ഞിട്ട് A+ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അച്ചീവ്മെന്റ് അല്ല. ഞാൻ എല്ലാത്തിലും A+ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ അച്ചീവ്മെന്റ്. അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് ഒരു 1/4 മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ കൂടുതൽ കിട്ടി, ദാറ്റ് ബോയ് ഓർ ഗേൾ ഇസ് ബെറ്റർ ദാൻ ദി അതർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റേ ശരിയല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്, റാങ്ക് സിസ്റ്റം മാറ്റിയിട്ട്. അപ്പോൾ യു ആർ നോട്ട് ഇൻ കോമ്പറ്റീഷൻ വിത്ത് അനദർ. അത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നെവർ ബി ഇൻ കോമ്പറ്റീഷൻ വിത്ത് അനദർ. എൻ്റെ സമയം കഴിയാറാന്ന് തോന്നുന്നു. ഏതായാലും പറയാൻ തുടങ്ങിയാൽ ഐ മേ ഹാവ് ടു ഗോ ഓൺ ഫോർ അവേഴ്സ്, സോ ഐ വിൽ നോട്ട് ഡു ദാറ്റ് ഐദർ. പക്ഷേ 2-3 ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയത്. ഒന്ന് ഇതാണ്, നെവർ ബി ഇൻ കോമ്പറ്റീഷൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുമ്പിൽ ആരാണ്, നിങ്ങളുടെ പുറകിൽ ആരാണ്, നിങ്ങളുടെ സൈഡിൽ ആരാണ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാം. അവിടെ നിങ്ങൾ എത്തിയോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ സക്സസിന്റെ ഫൈനൽ ആർബിറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾ നേടാതിരുന്നാൽ അത് സക്സസ് അല്ല, അത് ഫെയിലിയർ ആണ്. നിങ്ങൾ മറ്റൊരാളെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് കാര്യമില്ല. ഞാൻ അയാളെക്കാട്ടിലും മുമ്പിൽ എത്തിയല്ലോ, പിന്നെന്താ കുഴപ്പം? തെറ്റ്. ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിയോ, എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഞാൻ എത്തിയോ, അതാണ് സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നതും അതാണ്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു കരുണ എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഒരു ഗൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് വെച്ച് നമ്മൾ യു ആർ യുവർ ബ്രദേഴ്സ് കീപ്പർ എന്നൊക്കെ ബൈബിളിൽ പറയുന്നത് പോലെ ആ ബിബ്ലിക്കൽ വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. യു ആർ യുവർ ബ്രദേഴ്സ് കീപ്പർ, യു ആർ യുവർ സിസ്റ്റേഴ്സ് കീപ്പർ ഓൾസോ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നത്. റീഡിങ്ങിനെ പറ്റി പറഞ്ഞു. ഞാനത് എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തിന് ഈ ബുക്ക് വായിക്കണം, ഇത് എന്നെ എഫക്റ്റ് ചെയ്യില്ലല്ലോ, ഇത് എനിക്കൊരു ബെനിഫിറ്റ് തരില്ലല്ലോ എന്ന് പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്. റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഓപ്പണിംഗ് അപ്പ് ഓഫ് യുവർ മൈൻഡ്. ഈ എഡ്യൂക്കേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. ഇറ്റ് ഇസ് കൺവേർട്ടിംഗ് ദ മിറർ
ഇൻ ടു എ വിൻഡോ എന്ന് പറയും. നമ്മൾ നമ്മളെ തന്നെ കാണുന്നതിന് പകരം നമ്മൾ ലോകത്തിനെ കാണാൻ സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൺവേർട്ടിങ് ദ മിറർ ഇൻ ടു എ വിൻഡോ. അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിങ്ങിൻ്റെ ഒരു ഗുണം തോട്ട്സ് വരുന്ന മാത്രമല്ല, റീഡിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേക്സ് യു ആർട്ടിക്കുലേറ്റ്. നിങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ നിന്ന് കോൺഫിഡൻസിൻ്റെ കാര്യവും പ്രസിഡന്റ് പറഞ്ഞു, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതും കൂടെ തട്ടി ഞാൻ എൻ്റെ ഇത് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്കൊരാളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ദിസ് ഈസ് മീ, നേരത്തെ പറഞ്ഞല്ലോ ഐ എം ഇൻഫീരിയർ, ഐ എം സുപ്പീരിയർ എന്നുള്ളതല്ല, ദിസ് ഈസ് മീ, ടേക്ക് മീ ആസ് ഐ ആം, ഞാനാണ് ഇത്, ഇതാണ് ഞാൻ, ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദിസ് എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് ഫൈനലി എഡ്യൂക്കേഷൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മീ. നിങ്ങൾക്ക് എന്നെ ചെറുതായിട്ടോ വലുതായിട്ടോ കാണാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. ഇൻ അതർ വേർഡ്സ്, എഡ്യൂക്കേഷൻ മസ്റ്റ് മേക്ക് യു ഇന്റലക്ച്വലി ഫിയർലെസ്. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഞങ്ങളുടെയൊക്കെ സ്കൂളിങ്ങിൻ്റെയും ഞങ്ങളുടെയൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു മേക്ക് യു ഇന്റലക്ച്വലി ഫിയർലെസ്. മറ്റൊരാൾക്ക് വേണ്ടിയല്ല നമ്മൾ മറ്റൊരാൾ പറയുന്നത് പോലെയോ മറ്റൊരാൾ ചിന്തിക്കുന്നത് പോലെയോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വി ഹാവ് അവർ ഓൺ ഫാക്കൽറ്റീസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കോജിറ്റേഷണൽ ലിമിറ്റ്സും അല്ലെങ്കിൽ ഇതുമുണ്ട്. അത് നമ്മളെ എങ്ങനെ നമ്മൾ നേടും, അങ്ങനെ നമ്മളത് കാണും, അത് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ യു ആർ നോട്ട് ഇൻ കോമ്പറ്റീഷൻ വിത്ത് അനദർ, യു ആർ നോട്ട് ഇൻ കമ്പാരിസൺ വിത്ത് അനദർ. ബട്ട് കോൺഫിഡൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അത് നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമ്മൾ മലയാളി കുട്ടികളെ പറ്റി പറയുന്നത് വി ആർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ മലയാളിയെ കാണുന്നത് കൊണ്ടാണ്. വി ആർ ദ ഫൈനസ്റ്റ് ഇൻ ദ വേൾഡ്. വാട്ട് വി ലാക്ക് സംടൈംസ് ഒരു കോൺഫിഡൻസ് ലെവലാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണാതിരിക്കുന്നത്. അത് ആവശ്യമില്ല. നിങ്ങൾ യു ആർ ഓൾ ദി ബെസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യു ആർ ബെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ മറ്റൊരാളെ കാണുന്ന സമയത്ത് ഓ അയാൾക്ക് എന്നെക്കാട്ടിലും പൊക്കമുണ്ടല്ലോ, ഓ അയാൾ എന്നെക്കാട്ടിലും വളരെ അമേരിക്കൻ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, ദീസ് ആർ ഇറെലവെന്റ്. നിങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത് ഈ ലോകത്തിന്റെ മുമ്പിൽ ദിസ് ഇസ് മീ ആസ് എ പാക്കേജ്, ദിസ് ഇസ് വാട്ട് യു ക്യാൻ ഗെറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നിങ്ങളെ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കും. അതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞാനത് എൻ്റെ യങ് ലോയേഴ്സ് എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരു കേസിന്റെ ശക്തി ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ആസ് എ ജഡ്ജ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലോയേഴ്സ് എത്ര കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. എൻ്റെ മുമ്പിൽ വളരെ ഡിഫിഡൻ്റ് ആയിട്ട് പേടിച്ച് വരച്ച് നിൽക്കുന്ന ഒരു ലോയർ ആണെങ്കിൽ പൊതുവേ എനിക്ക് മനസ്സിലാവും അയാൾ പ്രസന്റ് ചെയ്യുന്ന കേസ് മോശമാണ്. നല്ല സ്ട്രോങ് കേസുള്ള വക്കീലന്മാർ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. ലുക്ക് ദിസ് ഇസ് എ ഗുഡ് കേസ് എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ആർഗ്യൂ ചെയ്യുന്നതും അവർ ആ പ്രസന്റ് ചെയ്യുന്നതും. ഇത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, എൻ്റെ ജോലിയിൽ നിന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ പ്ലീസ് ബി വെരി വെരി കോൺഫിഡൻറ്റ്. നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട ആൾക്കാരല്ല, ആരും നിങ്ങളുടെ മുകളിലാണെന്ന് വിശ്വസിക്കേണ്ട ആൾക്കാരുമല്ല. സോ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ വിസ്റ്റാസ് തുറന്നു തരികയും നിങ്ങളുടെ ലാംഗ്വേജ് കപ്പാസിറ്റി, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു ലാംഗ്വേജ് കപ്പാസിറ്റി നിങ്ങൾ കൂട്ടുന്ന സമയത്ത് അത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. ദ മോർ യു റീഡ്, ദ മോർ യു ലേൺ, ദ മോർ യുവർ ബ്രെയിൻ എക്സ്പാൻസ്. നിങ്ങളുടെ ബ്രെയിനിന് ലിമിറ്റ്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളുടെ മെമ്മറിക്ക് ലിമിറ്റ്സ് ഇല്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഏജിൽ തന്നെയായിരിക്കും അത് മനസ്സിലാക്കേണ്ടി വരും. ദാറ്റ് ഈസ് വൈ ഐ എം ആസ്കിങ് യു, റീഡ് എനിത്തിങ്. ലോകത്ത് കിട്ടുന്ന എന്തും വായിച്ചോളൂ. ഇന്നതേ വായിക്കാൻ പാടുള്ളൂ എന്നല്ല. ലീഡ് ക്ലാസിക്സ്, ലിറ്ററേച്ചർ, ലീഡ് എവറിത്തിങ്. പക്ഷേ റീഡിങ്ങിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളോട് ഞാനൊരു ഒരു എന്താ പറയുക സൂത്രം പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഉപയോഗിച്ച സൂത്രങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളുടെ ടീച്ചേഴ്സും സീനിയേഴ്സും പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് വളരെ ഡിഫിക്കൽട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിനെ അപ്പം ടാക്സ് ചെയ്യുന്നതിന് പകരം അവിടേക്ക് നിർത്തുക. ടേക്ക് എ ബ്രേക്ക്. റീഡ് സംതിങ് സ്ലൈറ്റ്ലി മോർ ഡിഫിക്കൾട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അറിയാത്തൊരു ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക. ആൻഡ് ദെൻ കം ബാക്ക് ടു ദി അതർ തിങ്. നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾക്ക് മറ്റേത് വളരെ 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 എളുപ്പമാണെന്ന് തോന്നും. ദിസ് ഇസ് ഹൗ യുവർ ബ്രെയിൻ വിൽ എക്സ്പാൻഡ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, അങ്ങനെ ഒരു ഡിഫീറ്റിസ്റ്റ് ആവരുത്. അതുപോലെ ഇത്രയൊക്കെ മതിയല്ലോ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ എല്ലാം A+ വാങ്ങി, ഓ അത് മതി, നൗ ഐ എം ദ ബെസ്റ്റ്, എനിക്ക് മതി. അത് തെറ്റ്. ദാറ്റ് ഇസ് കോൾഡ് ഇംഗ്ലീഷ് ഭാഷയിൽ കണ്ടസെൻഡിങ് എന്ന് പറയും. നിങ്ങൾക്ക് ഇത് മതി, ഇതായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഈ ഡീജനറേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണവും ഇതായിരിക്കാം. അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ തന്നെ വാല്യൂ കൂട്ടി കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ലിമിറ്റ്സ് ഇല്ല. എത്രത്തോളം ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഐ എം 55 years old. എനിക്ക് വേണമെങ്കിൽ ഞാൻ 25 കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്ത അഡ്വക്കേറ്റ് ആണ്. ഞാൻ 7 കൊല്ലമായിട്ട് ജഡ്ജാണ്. ഇത്രയൊക്കെ മതിയെന്ന് എനിക്ക് വിചാരിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്നെ വെറുതെ ഇരുത്തോ? നിങ്ങൾ പറയില്ലേ ഈ മനുഷ്യൻ എന്തേ കാണിച്ചു കൂട്ടണമെന്ന് പറയില്ലേ? ഡോണ്ട് യു എക്സ്പെക്ട് മീ ടു ബി ബെറ്റർ എവറി ഡേ? നിങ്ങളെ ഏൽപ്പിച്ച ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എക്സെപ്റ്റ് പോസിബിളി ജോസ് ചാക്കോ പെരിയപുരം ഹൂസ് എൻ എമിനന്റ് ഡോക്ടർ, ബാക്കി എല്ലാവരും നിങ്ങളുടെ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും IAS കിട്ടിയ ആൾ, എനിക്ക് IAS കിട്ടി, ഇനി എന്താ എനിക്ക് ആവശ്യം, ഒന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കാൻ പാടുള്ളൂ. സോ കീപ്പ് ഓൺ ആഡിങ് വാല്യൂ ടു യുവർ സെൽഫ്. പിന്നെ ദ ലാസ്റ്റ് വിച്ച് ഐ വോണ്ട് ടു ടെൽ യു ഈസ് ദി പവർ ഓഫ് തോട്ട്. നിങ്ങളുടെ ചിന്തയുടെ ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഈ ലോകം ഇന്ന് മുന്നോട്ട് പോകുന്നത് തോട്ടിന്റെ ബേസിസിലാണ്. ചിന്തകളും ഐഡിയാസും ആശയങ്ങളുടെ പുറത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ യൂബർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ മിക്കവാറും എല്ലാവരും. ഈ യൂബർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി സർവീസാണ്. അവർക്ക് ഒറ്റ ടാക്സി അവരുടെ കൂടെ ഇല്ല. ദേ ഡോണ്ട് ഓൺ എ സിംഗിൾ ടാക്സി. പക്ഷെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി സർവീസാണ്. ആമസോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഷോപ്പാണ്. ഇതിലും വലിയ റീറ്റെയിൽ ഷോപ്പ് ഇപ്പം ലോകത്തിൽ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവർക്ക് ഒരു ഒറ്റ സാധനം അവരുടെ സ്വന്തമല്ല. ഇതാണ് ആശയത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ആശയത്തിലേക്ക് എത്താനുള്ള പവറുള്ള കുട്ടികളാണ്. നമ്മൾ ആ കൺവെൻഷനലായിട്ട് പഠിച്ച് പോയി അവസാനം ഒരു ജോലി വാങ്ങി ആ ജോലിയിൽ ഇങ്ങനെ നിന്ന് റിട്ടയർ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ഇന്ത്യ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കില്ല. പണ്ട് ഒരു ചൈനീസ് പ്രോവർബ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. Be careful of your thoughts because thoughts become your words. Be careful about your words because words become your action. Be careful about your action because actions become your habit. Be careful of your habits because habits become your character. And be careful about your character because the character will define your destiny. ആ തോട്ടിൽ നിന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു പ്രോവേർബെന്നോ ആഫറിസമെന്നോ നിങ്ങൾക്ക് വിളിക്കാം. പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. കുറേ പറയാനുണ്ട്. എനിക്ക് തന്ന സമയത്തിനെ വളരെയധികം ഞാൻ അതിക്രമിച്ച് കഴിഞ്ഞു. ഐ താങ്ക് യു ഫോർ ദിസ് ടൈം ആൻഡ് ഐ താങ്ക് യു ഓൾ ഫോർ യുവർ ഇൻക്രെഡിബിൾ പേഷ്യൻസ്. നിങ്ങൾ എന്നെ കൂകിയില്ല, നിങ്ങൾ യോൺ ചെയ്ത് കാണിച്ചില്ല, ക്ലാപ്പ് ചെയ്തില്ല. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് ഒരു അടുത്ത കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതിലിരിക്കുന്ന പല കുട്ടികളും ഇങ്ങനെ സ്റ്റേജിലിരിക്കാൻ ഞാൻ കാണട്ടെ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.